ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഗാഡ്ജറ്റ് റിവ്യൂസ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സാധനം MSIയുടെ GF63 എന്ന് പറയുന്ന ലാപ്ടോപ്പ് ആണ്. ഇത് ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ എന്തായാലും അൺബോക്സിംഗ് ഒന്നും നടക്കൂല. കാരണം ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത് തന്നിട്ടായിരിക്കും പോണേ. അതുകൊണ്ട് അത് നടക്കൂല. ഈ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ലാപ്ടോപ്പും 120 വാട്ടിന്റെ ചാർജറും പിന്നെ യൂസർ മാനുവൽ മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് എടുക്കാനുള്ള കാരണം ഞാൻ പറയാം. ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്റെ പഴയ ലാപ്ടോപ്പ് അപ്ഗ്രേഡ് ചെയ്ത് പുതിയൊരു ലാപ്ടോപ്പ് എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ASUSന്റെ വിവോ ബുക്കായിരുന്നു എന്റെ പഴയ. പുതിയ ലാപ്ടോപ്പ് ആയിട്ട് എടുക്കാൻ നിന്നത് ASUSന്റെ തന്നെ ടഫ് സീരീസ് ടഫ് ഗെയിമിംഗ് സീരീസിന്റെ എടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പോഴാണ് എന്റെ സീനിയർ MSIയുടെ ഈ ലാപ്ടോപ്പ് എടുത്തത്. അപ്പൊ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഈ ASUS എടുക്കുന്ന അതേ ക്യാഷിന് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു വെർഷനാണ് MSIയുടെ സെയിം റേറ്റിനാണ്. അതിൽ ഇന്റലിന്റെ i5 പ്രോസസറാണ് ഉണ്ടായിരുന്നത്. പിന്നെ 1 TB HDD അല്ലെങ്കിൽ 512 GB SSD. ഇതിലേക്ക് വരുമ്പോൾ i7 പ്രോസസറും 1 TB HDD പ്ലസ് 256 SSD രണ്ടും വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നും നടക്കൂല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. Stand under my umbrella, ella, ay, 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 under my umbrella, ella, ella, ay, 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 under my umbrella, ella, ella, ay, 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 under my umbrella. നമ്മുടെ ലാപ്ടോപ്പിന്റെ ബോഡി നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ടില് ഒരു മെറ്റാലിക് ഫിനിഷ് ആണ്. ഫ്രണ്ടിൽ മാത്രമല്ല അകത്തും മെറ്റാലിക് ഫിനിഷ് തന്നെയാണ്. അതൊരു മാറ്റ് ടൈപ്പ് ആണ്. സെന്ററിൽ നമുക്ക് മറ്റേ ഡ്രാഗന്റെ ലോഗോയും കാണാൻ സൈഡ്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് വെച്ചാണ് ബാക്കും സൈഡ്സും അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ അധികം പ്രഷറും കാര്യങ്ങളൊന്നും കിട്ടാത്തടത്തോളം കാലം ആ പ്ലാസ്റ്റിക്സിനും പോയി. ഇതിന്റെ എയർ സർക്കുലേഷനും സ്പീക്കേഴ്സും എല്ലാം ബാക്ക് സൈഡിലാണ് വരുന്നത്. ഇതിന്റെ സ്പീക്കർ അത്യാവശ്യം പോരാ. സ്പീക്കറിന്റെ ഓഡിയോ ബാക്കപ്പ് അത്ര പോരാ എന്നാണ് എന്റെ ഒരു നിഗമനം. അതിപ്പോ എന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. എന്തായാലും സ്പീക്കറിന്റെ ശബ്ദം അത്ര പോരാ. അതുപോലെ തന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള വെൻസും കാര്യങ്ങളെല്ലാം അടിയിലാണ് വരുന്നത്. അതായത് അടി കൂടെ എയർ സക്ക് ചെയ്തിട്ട് സൈഡിൽ കൂടെയാണ് ഇത് എയർ വെളിയിലോട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ പ്രശ്നം ഈ കണ്ടു മാനുഫാക്ചറിങ് സീൽ. ഈ സാധനം ഇതിലുള്ളിടത്തോളം നല്ല. അതായത് ഇതിന്റെ വാറന്റി വരുന്നത് 2 വർഷത്തെ വാറന്റിയാണ്. ഈ വാറന്റി കഴിയുന്നത് ഈ സീല് പൊട്ടിക്കാനും പാടില്ല. ഈ സീല് പൊട്ടിക്കാതെ നമുക്ക് ഇത് യാതൊരുവിധ അപ്ഗ്രേഡേഷൻ ചെയ്യാനും പറ്റില്ല. അതൊരു മേജർ ഡ്രോബാക്ക് ആണ്. അതാണ് പ്രശ്നം. പിന്നെ ഇതിന്റെ പേര് പോലെ തന്നെ ഇത് തിന്നാണ്. നോർമലി കിട്ടുന്ന ഗെയിമിംഗ് ലാപ്ടോപ്സിനെക്കാട്ടിലും കുറച്ചും കൂടി തിന്നാണ് ഇത്. പിന്നെ ഇതിന്റെ വെയിറ്റ് വരുന്നത് 1.86 കിലോഗ്രാം ആണ്. അത്യാവശ്യം വെയിറ്റ് കുറവുമല്ല എന്നാൽ അത്ര കൂടുതലും അല്ലാത്ത ഒരു മീഡിയം ടൈപ്പ് ലാപ്ടോപ്പ്. എന്റെ പഴയ ലാപ്ടോപ്പിന് 2 കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു. 2.5 കിലോളം വെയിറ്റ് ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കുറവാണ്. നമുക്ക് ഇതിന്റെ പോർട്സ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം വരുന്നത് ചാർജിങ് പോർട്ടാണ്. ഇതിന്റെ ചാർജിങ് വരുന്നത് ഒരു പിൻ ടൈപ്പ് ആണ്, സി ടൈപ്പ് അല്ല. അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ വരുന്നത് USB 3.0 ഒരു പോർട്ട്, അതുപോലെ തന്നെ ചാർജിങ് ഇൻഡിക്കേറ്റർ. അത്രേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിൽ. പിന്നെ റൈറ്റ് സൈഡിൽ വരുന്നത് ഒരു എതർനെറ്റ് പോർട്ട് ഉണ്ട്. ഹൈ സ്പീഡ് നെറ്റിനും നെറ്റ് വിറ്റാനും എതർനെറ്റ് പോർട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒരു സി പോർട്ട് ഉണ്ട്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള SSD ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സി പോർട്ട്. അതുപോലെ തന്നെ USB 3.0 2 പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മൈക്കിനും ഹെഡ്ഫോണും സെപ്പറേറ്റ് പോർട്സ് ഉണ്ട്. ഇനി ബാക്ക് സൈഡിലാണെങ്കിൽ ഇതിനൊരു HDMI പോർട്ടും കൂടെ ഉണ്ട്. അത് മിക്ക ആൾക്കാർ കാണാറില്ല. കാരണം ഇത് ബാക്ക് സൈഡിൽ വന്നതുകൊണ്ട് തന്നെ പ്രസന്റേഷൻ സമയത്ത് ഈ HDMI വയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ഇതിന്റെ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു 3 സെൽ ബാറ്ററിയാണ്. ഇതിന്റെ ചാർജർ വരുന്നത് 120 വാട്ടിന്റെ ഒരു ചാർജറാണ് വരുന്നത്. 3 സെൽ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ചാർജിങ് സ്പീഡ് ഉണ്ട്. എന്നാലും ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഇവര് പറയുന്നത് 4 to 6 hours ആണ്. ബട്ട് മാക്സിമം 2 to 3 hours മാക്സിമം എന്നേ പറയാനുള്ളൂ. അത് ഗെയിമിംഗ് മോഡ് ഓഫ് ആക്കിയിട്ടാൽ മാത്രം. ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുത്തിയിട്ടല്ലാതെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് തുറന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് വൺ ഹാൻഡ് ഓപ്പൺ ആണ്. അതായത് പല ലാപ്ടോപ്സിലും ഈ സാധനമില്ല. കാരണം ഒറ്റ കൈ കൊണ്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം. കാരണം മറ്റേ ഹാർമോണിയം വായിക്കുന്ന പോലെ 2 കൈ കൊണ്ട് ഓപ്പൺ ചെയ്യാനേ പറ്റുന്നുള്ളൂ പല ലാപ്ടോപ്പുകളിലും. ബട്ട് ഇതില് നമുക്ക് വൺ ഹാൻഡ് ഓപ്പൺ ആണ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. ഇതിന്റെ അകത്തും മെറ്റാലിക് ഫിനിഷ് തന്നെയാണ്, സെയിം മാറ്റ് കളറിൽ. ഡിസ്പ്ലേയിലോട്ട് വരുമ്പോൾ 15.6 ഇഞ്ചിന്റെ 60 ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല ഇതൊരു ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ കൂടെയാണ്. 60 ഹെഡ്സ് എന്ന് പറയുന്നത് ഒരു പോരായ്മ തന്നെയാണ്. കാരണം 120 ഹെഡ്സോ അല്ലെങ്കിൽ 144 ഹെഡ്സോ ഉള്ള ഡിസ്പ്ലേ അല്ല. അതൊരു പ്രശ്നമാണ്. ഇനി ഇതിന്റെ തിൻ ആയിട്ടുള്ള ബെസൽസ് ഉള്ള ഏറ്റവും തിൻ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കാരണം പഴയ ലാപ്ടോപ്പ് നോക്കുമ്പോൾ അതിൽ ബെസൽസ് കുറെ കൂടി കൂടുതലാണ്. ഇതില് കുറവാണ്. ഇനി നമ്മൾ ഓൺ ആക്കി നോക്കാം. ഇതിന്റെ പവർ ബട്ടൺ വരുന്നത് റൈറ്റ് സൈഡ് കോർണറിലാണ്. അത് സെപ്പറേറ്റ് ഒരു
മെറ്റാലിക് ഫിനിഷോട് കൂടിയുള്ള ബട്ടൺ അതൊരു നല്ലൊരു യൂസാണ്. കാരണം ബട്ടൺസിൽ പവർ ബട്ടൺ കൊണ്ടുവന്ന ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കത് ഇടങ്ങേറുണ്ട്. ഇനി ഇതിന്റെ ബൂട്ടിംഗ് ടൈം നോക്കുകയാണെങ്കിൽ സോ SSD ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡായിട്ടും കാര്യങ്ങളാണ്. ഇതിന്റെ കീബോർഡ് വരുന്നത് സിംഗിൾ ബാക്ക് ലൈറ്റ് ആണ് വരുന്നത്. റെഡ് കളർ മാത്രമാണ്. സോ എനിക്ക് റെഡ് കളർ ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ന്യൂമറിക് കീസ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതെനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. പഴയ ലാപ്ടോപ്പിൽ ന്യൂമറിക് കീസ് ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ കീസ് പലതും നമുക്ക് റൈറ്റ് സൈഡാണ് കിട്ടുന്നത്. അതായത് ആരോ കീസിന്റെ അവിടെയാണ് നമുക്ക് ബ്രൈറ്റ്നസ്സും വോള്യവും മ്യൂട്ട് ബട്ടണും ഈ റെഡ് കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസും എല്ലാം അവിടെയാണ് വരുന്നത്. നമുക്ക് കീബോർഡിന്റെ ബാക്ക് ലൈറ്റ് 3 ടൈപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫംഗ്ഷൻ കീ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ MSIയുടെ ഒരു മാരക സോഫ്റ്റ്വെയർ ഉണ്ട്, MSI ഡ്രാഗൺ സെന്റർ എന്ന് പറഞ്ഞിട്ട്. അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കീ തന്നെ കീബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടി. അതുപോലെ തന്നെ ക്യാപ്സ് ലോക്കിൽ നമുക്ക് അവിടെ ഒരു ഇൻഡിക്കേറ്ററും ഇത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ വെബ് ക്യാമിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 30 FPS HD ക്യാമറയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. നോർമലി ലാപ്ടോപ്പിന്റെ ക്യാമറ എങ്ങനെയാണെന്ന് അറിയാം. അതിനെക്കാട്ടി അത്യാവശ്യം ബെറ്റർ ആണ്. ഇനി നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റൽ കോർ i7 11th Gen ആണ് വരുന്നത്. വിൻഡോസ് 11ന്റെ ഹോം എഡിഷൻ. ഹൈ സ്പെക് ആണ്. 11800H ആണ് വരുന്നത്. സോ ഹൈ പെർഫോമൻസിനും ഗെയിമിങ്ങിനും വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പ്. ഇതിൽ വരുന്നത് 16 GB DDR4 ടൈപ്പ് റാം ആണ്. നമുക്ക് 64 GB വരെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1 TB HDD, 256 SSD അതും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് 4 TB വരെ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ വിൻഡോസ് 11ന്റെ ഹോം എഡിഷൻ ആണ് വരുന്നത്. GDDR6 4 GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡും അതുപോലെ തന്നെ NVIDIA GeForce GTXന്റെ 1650 ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. സോ ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ എഡിറ്റിംഗ് അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് വെർച്വൽ മെഷീൻസ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗ് വരുമ്പോൾ ഞാൻ ഇതിൽ ഓഡാസിറ്റിയും അതുപോലെ തന്നെ നമ്മൾ പ്രീമിയർ പ്രോയും എഡിറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ ലാപ്ടോപ്പിലാണെങ്കിൽ അതായത് എന്റെ i3 കോർ ഉണ്ടായിരുന്ന ആ ലാപ്ടോപ്പ് വരുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഫാർ ബെറ്റർ ആണ്. അതായത് അതിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട് റെസ്പോണ്ടിങ് എന്ന് കാണിച്ച് ചെയ്ത വീഡിയോ എല്ലാം അപ്പൊ തന്നെ ഡിലീറ്റ് ആയി, കുറെയൊക്കെ ഡിലീറ്റ് ആയി പോകും, അല്ലെങ്കിൽ സ്റ്റക്കായി കുറെ അരമണിക്കൂറോളം നിൽക്കും. ഇതിലാണെങ്കിൽ അങ്ങനെ യാതൊരു പ്രശ്നമില്ല, ഹൈലി സ്മൂത്ത് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് റെൻഡർ ആവുന്നു. സോ ആ എഡിറ്റിംഗ് യാതൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് VS Code, പൈച്ചാം എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴും ഇത് യാതൊരു പ്രശ്നമില്ലാതെ റൺ ചെയ്യും. പിന്നെ വെർച്വൽ മെഷീൻസ് വരാണെങ്കിൽ ഹൈലി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നം. ഇനി ഇതിന്റെ മേജർ ഡ്രോബാക്സ്. ഒന്നാമത്തെ കാര്യം ഇതിന്റെ ന്യൂമറിക് കീസ് ഇല്ല. പിന്നെ എനിക്ക് അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടില്ല. ഇതിന്റെ ബാക്ക് ലൈറ്റ് തന്നെയാണ്, റെഡ് കളർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ മൗസ് പാഡ് പോരാ, അത്ര പോരാ. ചെറിയൊരു മൗസ് പാഡാണ്, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, എന്നാലും പോരാ. ഇതിന്റെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സീലാണ്. ആ വാറണ്ടി സീൽ ഉള്ളിടത്തോളം കാലം, അതായത് 2 വർഷത്തിന്റെ വാറണ്ടി കഴിയുന്നവരെ നമുക്ക് ഇതിൽ യാതൊരുവിധ അപ്ഗ്രേഡേഷനും നടത്താൻ പറ്റില്ല. അതായത് റാമോ അല്ലെങ്കിൽ SSDയുടെ സ്റ്റോറേജോ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്ന ഇതിന്റെ സ്പീക്കറാണ്. സോ സ്പീക്കർ ഒട്ടും പോരാന്ന് തന്നെ പറയാം, അതാണ് ഇതിന്റെ പ്രശ്നം. പിന്നെ ഞാൻ ഇതിന്റെ സോഫ്റ്റ്വെയർസിനെ കുറിച്ച്, ഇതിന്റെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന MSIയുടെ തന്നെ കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇതിന്റെ ലെങ്ത് വല്ലാണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇത് 58,000 രൂപ. അതായത് ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് ആണെന്നപ്പോൾ എടുത്ത സാധനം 58,000 രൂപയ്ക്ക് വാങ്ങിച്ചു. പക്ഷെ ഇത് എക്സ്ചേഞ്ച്, പഴയ ലാപ്ടോപ്പ് എക്സ്ചേഞ്ചും കൂടി ചെയ്ത് വാങ്ങിച്ചു. സോ അതിന്റെ 12,500 രൂപ എക്സ്ചേഞ്ച് ഫീസ് മാറിയിട്ടാണ് 45,500 രൂപയ്ക്ക് ഇത് എടുത്തിട്ടുള്ളത്. സോ ആ പ്രൈസ് റേഞ്ചിൽ ഫാർ ബെറ്റർ ആണ്. സോ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ടാവും. ഇതുവരെയുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഈ ബഡ്ജറ്റിന് ഇതൊരു സൂപ്പർ ലാപ്ടോപ്പ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് 70,000 രൂപയ്ക്ക് താഴെ ഉള്ളതിൽ ബെസ്റ്റ് ലാപ്ടോപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ